കൊടുത്തിട്ടില്ലായിരുന്നു. ഓരോ ഫ്ലൈറ്റ് പുറപ്പെടുമ്പോഴുള്ള അതിലുൾപ്പെട്ട ഹാജിമാരുടെ എല്ലാവരുടെയും യാത്രാരേഖകൾ കൈവശം വെച്ചതും വിതരണം ചെയ്തതും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതുമെല്ലാം നമ്മുടെ ഹജ്ജ് സെല്ലിൽ തന്നെയാണ്. ഇത്രയും ദിവസം ഇവർ 25 പേര് ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം, ജെ ടൈംസ് ന്യൂസ് ഹജ്ജ് സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തവണ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ച 4478 ഹാജിമാർക്ക് 24 മണിക്കൂറും യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ കർമ്മനിരതമായി സേവനം ചെയ്ത വോളണ്ടിയർമാർ, അവരുടെ നിസ്തുലമായ സേവനത്തിൻ്റെ ലക്ഷ്യം എന്നിവ, ഹാജിമാരുടെ സേവനം ചെയ്ത് ലഭിച്ച നിരവധി ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർ മനസ്സ് തുറക്കുന്നു. സ്പെഷ്യൽ ഫീച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എല്ലാവരും ഫുൾ സിംഗിൽ എല്ലാ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. രാത്രിയിൽ ഇവർ ഹാജിമാർ ഉറങ്ങുന്ന സമയത്ത് 4-5 പേര് ഉറക്കൊഴിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് മൂത്രമൊഴിച്ചൊരു ആവശ്യമില്ല, അവരെ കൊണ്ടുപോകും. മെഡിക്കൽ കൊണ്ടുപോകും. അതേപോലെ വെള്ളം, ചൂടുവെള്ളം വേണം, എന്ത് വേണം. പിന്നെ അതേപോലെ 4 മണിക്ക് കഴിഞ്ഞ് ഇവർ കുളിക്കാനുള്ള സംവിധാനം അതിനൊരു ടീം തന്നെ ഉണ്ട്. ചൂടുവെള്ളം, പച്ചവെള്ളം അവർക്ക് എല്ലാം വേണ്ട, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും. ശരിക്കും ഒരു 24 മണിക്കൂർ സേവനമാണ് നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ഹാജിമാർ ഇവിടെ ഉണ്ടെങ്കിൽ 24 hours സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു പ്രതിഫലവും ഇതിൽ അർപ്പിച്ചേക്കാണ് ഇവിടെ എല്ലാവരും. 2024 ഹജ്ജ് ക്യാമ്പിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ശരിക്കും അക്കോമഡേഷനിൽ നമ്മൾ 19 പേരുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഹജ്ജ് ക്യാമ്പിൽ അക്കോമഡേഷനിൽ ഒരുക്കിയിരിക്കുന്നത്? എയർപോർട്ടിൽ ലഗേജ് കൊടുത്തിട്ട് വരുന്ന ഹാജിമാരെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് നമ്പറിട്ട് നമ്മൾ ഹാജിമാരുടെ ഹജ്ജ് കമ്മിറ്റിയുടെ അക്കോമഡേഷനിലേക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹാജിയെ നമുക്ക് ഹജ്ജ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ വരുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പവും വളരെ സുതാര്യമായ ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെ സേവനങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണത്? ശരിക്കും ഹാജിമാർക്ക് ഇവിടെ അക്കോമഡേഷനിൽ നമ്പറിട്ട് ഇവിടെ അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട സേവനങ്ങൾ, ആശുപത്രിയിൽ വീൽ ചെയർ ഉപയോഗം, കാപ്പി പിടിക്കാനൊക്കെ സൗകര്യം, അങ്ങനെ അത് കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കുക, നമസ്കാരപ്പന്തൽ കാണിക്കുക. അങ്ങനെ അസുഖമുള്ളവരെ നമ്മൾ വീൽ ചെയറിൽ നമ്മൾ ഈ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക. ആശുപത്രി ആവശ്യമുള്ള സേവനങ്ങൾ ആശുപത്രിയിലെ തൊട്ടടുത്തുള്ള ക്ലിനിക്ക് കൊണ്ടുപോകുക. അങ്ങനെ തുടർന്നുള്ള അവരെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ വാളണ്ടിയേഴ്സ് നിർബന്ധമായിട്ടും അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടെ വനിതകൾക്ക് പ്രത്യേകം സെക്ഷനുണ്ട്, അതിൽ ലീഡറുണ്ട്. അതിനകത്ത് 10-20ഓളം. ശരിക്കും വനിതകളുടെ രജിസ്ട്രേഷൻ ഇവിടെയാണ് ചെയ്യണത്? അല്ല, അവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പുരുഷന്മാരുടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഹാജിമാരിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യണത്. 24 മണിക്കൂർ നമ്മൾ ഹജ്ജ് സേവനം ചെയ്യുന്ന വോളണ്ടിയർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഹജ്ജ് സേവനം ചെയ്തതിൽ എന്തെങ്കിലും ഹാജിമാരിൽ നിന്നോ അല്ലെങ്കിൽ ഹജ്ജ് ഇത്രയും പ്രവർത്തനം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയതായിട്ട് വല്ല പറയാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ചില സമയത്ത് ഈ ഇറാൻ കെട്ടുന്ന സമയത്ത് ഹാജിമാർക്ക് വസ്ത്രം ഉണ്ടാവില്ല, വസ്ത്രമൊക്കെ ലഗേജിലിട്ട് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അവസ്ഥ ഒരു വേവലാതി അവർക്ക് കാണുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി അറേഞ്ച് ചെയ്ത് സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമുണ്ടാവും. അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ അവർക്ക് അത്യാവശ്യമായ സൗകര്യങ്ങൾ എന്താണോ ആവശ്യം അതെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സമീപിക്കുമ്പോൾ സമീപിക്കുന്ന ആവശ്യത്തിന് വേണ്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 1-2 ഹാജിമാർ, രോഗിയായിട്ടുള്ള ഹാജിമാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് വീൽ ചെയർ സംവിധാനം ഒരുക്കുകയും അവരെ എയർപോർട്ടിൽ വിടുന്നത് വരെ അക്കോമഡേഷൻ്റെ ആൾക്കാർ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ആ ദുആക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന എല്ലാ വോളണ്ടിയേഴ്സും ഇവിടെ സന്നദ്ധരായിട്ട് നിൽക്കുന്നത്. ഹജ്ജ് വോളണ്ടിയർ ആകാൻ ശരിക്കും പ്രചോദനം ഉണ്ടായത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ പ്രചോദനം എന്ന് വെച്ചാൽ നമുക്കും ഹജ്ജിന് പോകണം, അതിനൊരു പ്രചോദനമാണ്. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹാജിപ്പന്മാരെ സഹായിക്കുക, അവരെ ഹിദ്മത്ത് മേടിക്കുക, അതുവഴി അള്ളാൻ്റെ അനുഗ്രഹത്തോടുകൂടി അർത്ഥമില്ലെങ്കിലും നമുക്ക്
ഹെൽപ്പ് എല്ലാവർക്കും ഇത് മാത്രമല്ല ഇനിയുണ്ട് വളണ്ടിയേഴ്സ്. ഇത് കുറവാണ്, ഇത് ഓരോരുത്തർ പല സ്ഥലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള എല്ലാവർക്കും കിട്ടണം. അതിൻ്റെ ഒരു നിയന്ത്രണം കൂടിയാണ് ഞങ്ങൾ എല്ലാവരും വളണ്ടിയേഴ്സ് സേവനം അനുഷ്ഠിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഹജ്ജ് ഇവിടെ ക്യാമ്പിൽ? 2 വർഷമാണ്. 2023 തുടങ്ങി ഞാനുണ്ട്. ഈ കൊല്ലം അൽഹംദുലില്ലാ അതിനുള്ള അവസരം തന്ന അല്ലാഹുവിന് സർവ്വസ്തുതി. ഹാജിമാരെ 24 മണിക്കൂർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അത് പാർട്ട് ടൈം ആയിരുന്നു? ലഗേജ് സെക്ഷനിലാണ്. കുറച്ച് ലഗേജ് സെക്ഷനുണ്ട്, ട്രാഫിക് ഉണ്ട്, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. എനിക്ക് 24 മണിക്കൂറില്ല. ഈ ഹാജിമാരിൽ നിന്ന് എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണപാഠങ്ങളോ കിട്ടിയിട്ടുണ്ടോ? ഗുണപാഠം എന്ന് വെച്ചാൽ, അനുഭവം എന്ന് വെച്ചാൽ ഏറ്റവും വലിയത് അവർ ദുബായും, അവർ കരഞ്ഞുകൊണ്ടുള്ള ഒരു ദുബായും, അവർ തമ്മിൽ നമ്മളൊരു ആരെങ്കിലും ചെയ്യലും അതെല്ലാം നമ്മുടെ മനസ്സ് തന്നെ നിറഞ്ഞുകൊണ്ടൊരു വലിയൊരു ഇതിന് പറയാനൊരു എന്താ പറയുക വാക്കുകളില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ദുആക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്യാമ്പിൽ സജീവമായിട്ട് ഹാജിമാരുടെ സേവനം ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? ഹജ്ജ് സ്പെഷ്യൽ ന്യൂസിന് വേണ്ടി ക്യാമ്പ് സൈറ്റിൽ നിന്നും ജലാൽ മുപ്പത്തറം.